ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. നാരായണാഖ്യ ഗുരുദേവൻ പിറന്നു വയൽവാരത്തു വീട്ടിൽ അവതാരാർത്ഥമായറിക ആരോമലുണ്ണിതവലീലാവിലാസമക താരിൽ വിളങ്ങിടുക നാരായണായ നമോ. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 187 അദ്വൈതാശ്രമം ഭാഗം 187 അദ്വൈതാശ്രമം ഇവിടെ ആരംഭിക്കുന്നു. ആലുവ പുഴയുടെ തീരത്തുള്ള നയന മനോഹരമായ ഒരു സ്ഥലം ഗുരുദേവന് വളരെ ഇഷ്ടപ്പെടുകയുണ്ടായി. രാജകൊട്ടാരത്തിന് വളരെ അടുത്തായിരുന്നു. തെങ്ങുകളും മറ്റു ഫലവൃക്ഷങ്ങളുമൊക്കെ തിങ്ങി നിറഞ്ഞു നിന്നിരുന്ന ആ സ്ഥലം. അതിൻ്റെ മറുകരയിലാണ് ബലിതർപ്പണങ്ങൾ നടത്തുവാനായി 10,000-കണക്കിന് ജനങ്ങൾ കർക്കിടകവാവിന് ഒത്തുകൂടുന്ന ആലുവ മണപ്പുറം. വാടാരത്ത് തോപ്പ് എന്നറിയപ്പെട്ടിരുന്ന ആ സ്ഥലം ഒരു സേട്ടുവിൻ്റെ വകയായിരുന്നു. അവിടം തൻ്റെ സങ്കല്പത്തിലുള്ള അദ്വൈതാശ്രമത്തിന് ചേർന്നതാണെന്ന് ഗുരുദേവന് തോന്നി. വളരെ താമസിയാതെ സേട്ടുവിൽ നിന്നും വടാരത്തു തോപ്പ് ഗുരുദേവൻ വിലയ്ക്ക് വാങ്ങി. അവിടെ ആറ്റിൻ്റെ തീരത്ത് പനമ്പ് കൊണ്ടൊരു ആശ്രമം കെട്ടിച്ചു. തുടർന്ന് മാവ്, പ്ലാവ്, വേപ്പ്, പുന്ന തുടങ്ങി ധാരാളം മരങ്ങൾ വച്ചുപിടിപ്പിച്ചു. തോപ്പിൻ്റെ ഒരിടം വൃത്തിയാക്കി മറ്റു നാടൻ കൃഷികളും ചെയ്തു വന്നു. അതോടെ അവിടം അദ്വൈതാശ്രമം എന്നറിയപ്പെടുവാൻ തുടങ്ങി. ആ ഇടയ്ക്ക് അതിശക്തമായ ഒരു വെള്ളപ്പൊക്കമുണ്ടായി. അതിൽപ്പെട്ട് ആശ്രമവും കൃഷിയുമൊക്കെ പാടെ ഒലിച്ചു പോവുകയുണ്ടായി. ഗുരുദേവൻ അപ്പോൾ അരുവിപ്പുറത്തായിരുന്നു. പിന്നീട് ആറ്റിൻ്റെ തീരത്ത് കരിങ്കൽ അടുക്കിക്കെട്ടി വെള്ളം പെട്ടെന്ന് കയറാത്ത നിലയിൽ ആ സ്ഥലം സുരക്ഷിതമാക്കിയെടുത്തു. ഗുരുദേവന് സ്ഥിരമായി വിശ്രമിക്കത്തക്ക വിധം ഉറപ്പുള്ള ചെറിയൊരു ആശ്രമ മന്ദിരവും അവിടെ പണി കഴിപ്പിച്ചു. ക്ഷേത്രമോ വിഗ്രഹപൂജയോ അദ്വൈതാശ്രമത്തിൽ ഏർപ്പെടുത്തുകയുണ്ടായില്ല. അദ്വൈത വേദാന്ത വിചാരത്തിന് പറ്റിയ ഒരിടമായിട്ടാണ് ഗുരുദേവൻ ആ ആശ്രമത്തെ വളർത്തിയെടുത്തത്. അവിടെ ഇരുന്ന് പല സന്ദർഭങ്ങളിലായി ജാതി ലക്ഷണം, ജാതി നിർണയം, ദൈവദശകം, ആശ്രമം, ദർശനമാല തുടങ്ങിയ പല കൃതികളും ഗുരുദേവൻ രചിക്കുകയുണ്ടായി. അതിനിടയിൽ അവിടെ ഒരു ബ്രഹ്മചാരി മഠവും സംസ്കൃത സ്കൂളും സ്ഥാപിക്കുകയും ചെയ്തു. ആശ്രമമുറ്റത്തെ മാവിൽ ഗുരുദേവൻ ഒരു വിജ്ഞാപനം എഴുതി പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എക്കാലത്തെയും ജനതയെ വളരെയധികം ആകർഷിക്കുന്നതായ ആ വിജ്ഞാപനം ഇങ്ങനെയാണ്: ഈ മഠത്തിലെ അഭിപ്രായം മനുഷ്യർക്ക് ഒരു ജാതിയും ഒരു മതവും ഒരു ദൈവവും അല്ലാതെ ഓരോരുത്തർക്കും വെവ്വേറെ ജാതിയും മതവും ദൈവവും ഇല്ലെന്നാകുന്നു. കേരളത്തിൻ്റെ മതസൗഹാർദ്ദതയ്ക്ക് അടിത്തറ പാകിയത് ഈ വിജ്ഞാപനമാണ്. നാരായണാഖ്യ ഗുരുദേവൻ പിറന്നു വയൽ വാരത്തു വീട്ടിൽ അവതാരാർത്ഥമായറിക ആരോമേലുണ്ണിതവ ലീലാവിലാസം അകതാരിൽ വിളങ്ങിടുക നാരായണായ നമോ. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 187 അദ്വൈതാശ്രമം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവനാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.